ഇടുക്കിയിലെ ആദിവാസി ഊരുകളിൽ വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റിൽ ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണ വിതരണം ചെയ്തതിൽ നടപടിയുണ്ടായിരിക്കുന്നു. കേരശക്തി കോക്കനട്ട് ഓയിലിന് 7 ലക്ഷം രൂപ പിഴയിട്ടു. ഇടുക്കി സ്വദേശി PA ഷജാസിന് എതിരെയാണ് നടപടി. 24 ഇമ്പാക്ട് രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ, പറയൂ. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് പഞ്ചമാസ കിറ്റിന്റെ പദ്ധതിയുടെ ഭാഗമായി ആദിവാസി ഊരുകളിൽ കിറ്റ് വിതരണം നടത്തിയത്. 9600 കിറ്റുകളാണ് വിവിധ പ്രദേശങ്ങളിലായി ഇടുക്കിയിലേക്ക് എത്തിച്ചത്. അതിൽ പല കിറ്റുകളിലും ഉണ്ടായിരുന്ന കേരശക്തി എന്ന ബ്രാൻഡിൽ ഉൾപ്പെട്ട എണ്ണയായിരുന്നു. ഇത് ഗുണനിലവാരമില്ലാത്ത എണ്ണയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ എണ്ണ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച ആദിവാസി ഊരുകളിലെ ആളുകൾക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഉടൻ തന്നെ ആ പ്രദേശത്ത് ഒരു മെഡിക്കൽ ക്യാമ്പൊക്കെ നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നൊരു നടപടി ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നീട് അവിടുത്തെ നാട്ടുകാർ തന്നെ ഇത് ഈ എണ്ണയുടെ ഗുണനിലവാര പരിശോധനയ്ക്ക് കാക്കനാടേക്ക് അയക്കുകയായിരുന്നു. അതിന്റെ ഗുണനിലവാര പരിശോധനയിൽ അതിന് ഒരു തരത്തിലും ഉപയോഗിക്കാൻ കഴിയില്ലാത്ത എണ്ണയാണ് എന്നുള്ള റിസൾട്ട് വന്ന റിസൾട്ട് ഒരു മാസത്തോളം ITDP പൂഴ്ത്തി വെച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഈ ITDP ആസ്ഥാന ഓഫീസിലേക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ ഈ ആദിവാസി ഊരുകളിലെ ആളുകൾ നടത്തുകയും ചെയ്തു. പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇടുക്കി ജില്ലാ സബ് കളക്ടർ അരുണസ് നായരാണ് ഈ നടപടി എടുത്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടുക്കി സ്വദേശിയായിട്ടുള്ള ഷജാസിന് 7 ലക്ഷം രൂപയാണ് പിഴ ഈടാക്കിയിരിക്കുന്നത്. മാത്രമല്ല FSI അംഗീകൃത ഏജൻസി അല്ല, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അല്ല നിലവിൽ ഇപ്പോൾ ഈ കേരശക്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ തരത്തിലുള്ള നിയമലംഘനങ്ങളും നടത്തിക്കൊണ്ടാണ് ഈ എണ്ണ കമ്പനി പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാനും കഴിയുന്നത്. ഓക്കെ, താങ്ക് യു. കട്ടപ്പനയിൽ നിന്നും നമുക്കൊപ്പം ചേർന്ന്